afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഹൈറാർക്കിയാണ് ഇനി നമുക്ക് പറയേണ്ടത്. ഇതുവരെ എങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ നിരസിക്കാനുണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. എന്തായാലും അന്നാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയെങ്കിലും ഇപ്പൊ ഓർത്ത് വെക്കാനായിട്ട് ചില മാർക്ക് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാൻ, എന്തെങ്കിലും പോയിന്റ് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഓർത്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഷെയർ ചെയ്യണം. നമ്മളെ നേരത്തെ കണ്ടതിൽ എന്താണ് സ്റ്റാഫുകളെ കണ്ടെത്തി അവരെ കൃത്യമായിട്ടുള്ള പ്ലേസിലെ അപ്പോയിന്റ്മെന്റും അതുമായി ബന്ധപ്പെട്ട് അവർ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്തത്. നഴ്സുമാരെ തന്നെയുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കും നഴ്സുമാരെ തിരഞ്ഞെടുത്ത് അവരെ അപ്പോയിന്റ്മെന്റും അതിന്റെ ഒരു ചെറിയ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് നടത്തിയത്. ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് ആണ്. സ്ക്രീനും കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? കാണുന്നുണ്ട്. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. സ്ക്രീനും എന്നെയും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സംതിങ് എന്തെങ്കിലും റോങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്താ നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത് പറയുമ്പോട്ടെ. ഓക്കെ, നമുക്ക് എടുക്കാനുള്ളത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് ആണ്. അതായത് നമുക്കറിയാം ഏതൊരു സ്ഥാപനം ഞാൻ ഇതെല്ലാം എടുത്തു കഴിഞ്ഞതാണ്. റോളും എടുത്തു കഴിഞ്ഞതാണ്. റോൾസ് എന്ന് പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. എനിവേ റോൾസ് എന്ന് പറഞ്ഞേക്കാം. റോൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ റോൾ എന്താണ് പറയുന്നത്? യൂസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് അഡ്മിനിസ്ട്രേറ്ററിന്റെ പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് വീണ്ടും വരുമല്ലോ. അതെന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇതിലെന്താണ് പ്രധാനമായിട്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും പുതിയ പുതിയ സ്കില്ലുകളോ ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോ അഡ്മിനിസ്ട്രേറ്ററിന്റെ പദവിയിലുള്ള ഓക്കെ അത് സ്ക്രീൻ കാണാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കും. ഓക്കെ, അയച്ചെന്നാലും അവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളിപ്പോ ഇതിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇതിൽ വരുമ്പോൾ അദ്ദേഹം ഈ എംപ്ലോയീസിന് എന്തെങ്കിലും പുതിയ സ്കില്ലുകളോ ഇൻഫോർമേഷൻസോ കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. then use teaching techniques that strengthen സ്റ്റാഫിന്റെ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, സ്റ്റാഫിന് വേണ്ടിയിട്ടാണല്ലോ പൊതുവെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ടീച്ചിങ് ഒക്കെ വർക്ക് ചെയ്യുക. കണ്ടിന്യൂസ്ലി അസസ്മെന്റ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിന്റെയും ആവശ്യങ്ങൾ എന്തെന്ന് ഉള്ളത് കണ്ടിന്യൂസ്ലി വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. അതായത് എന്തെങ്കിലും അഭാവങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന സ്റ്റാഫ് നഴ്സുമാരൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ നോളജിൽ അല്ലെങ്കിൽ സ്കില്ലിൽ എന്തെങ്കിലുമൊക്കെ അപാകത ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി കണ്ടെത്തി അതിനെ അനുസരിച്ചിട്ട് എന്തെങ്കിലും ലീഡർഷിപ്പ് ഒക്കെ കൊടുത്ത് അവരിൽ കൂടുതൽ നോളജും സ്കില്ലും കണ്ടെത്തി കൂടുതലായിട്ട് എന്തെങ്കിലും നിക്ഷേപിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിന് പറയുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. അതായത് നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിന്റെയും
ഇതിലേക്ക് വരുമ്പോഴേ മേൽത്തട്ടിലുള്ളവരുണ്ടാവും, കീഴ്ത്തട്ടിലുള്ള വ്യക്തികളും എല്ലാം ഉണ്ടാവും. എങ്ങനെയായിരിക്കും ഏതൊരു ഓർഗനൈസേഷൻ, കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും റൺ ചെയ്തു പോകുക. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ലെവലിൽ എടുത്ത് നോക്കിയാലും നമുക്കറിയാൻ സാധിക്കും, സീനിയർ ഡോക്ടേഴ്സ്, ജൂനിയർ ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് ആയിട്ടുള്ളവര്, അങ്ങനെ പല തരത്തിലുള്ള വ്യക്തികൾ ഒന്നിച്ചൊക്കെയായിരിക്കും അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ നഴ്സിംഗ് സെക്ഷനിലും ഉണ്ട് എന്താണ് മേൽത്തട്ടിലുള്ള നഴ്സുമാരുടെ ഉണ്ടാവും, സൂപ്പർവൈസർമാരോ ഇൻചാർജ് നഴ്സുമാരോ അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സുമാരോ അതിന് താഴെയുള്ള അസിസ്റ്റന്റ് നഴ്സുമാരൊക്കെ ഉണ്ടാവും. ആ ഒരു ഹയറാർക്കി സിസ്റ്റം, അവരുടെ ആ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള മേൽപദവികളും താഴെയുള്ള പദവികളൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ഹയറാർക്കിയാണ് ഇവിടെ പഠിക്കാനുള്ളത്. The structure of an organization determines the employee behavior through the effect of role, power. ഹയറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പിരിമെട്രിക് ലെവലിൽ നമ്മൾ പറയുന്നത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും മേലെയുള്ള അവരുടെ പോസ്റ്റ്, അതിനുശേഷമാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉള്ളത്, നഴ്സിംഗ് സൂപ്പർവൈസർ, അങ്ങനെ ഒരു മേൽത്തട്ട് താഴെയില് കീഴ്ത്തട്ട് തുടങ്ങി മേൽത്തട്ടിലേക്ക് പോകുന്ന ഒരു രീതി, അതാണ് ഹൈറാർക്കി മെത്തേഡ്. പീരിയഡ് പ്ലാനറിൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ലെവൽ ഓഫ് ഇതാണ് പറയുന്നത് ഹൈറാർക്കി എന്നുള്ളത്. ഓക്കെ, അതില് എന്താണ് ഈ പോയിന്റിൽ പറയുന്ന അനുസരിച്ചിട്ട് എന്താണ് എഫക്ട് ഓഫ് റോള്, പവർ, സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് അവരുടെ ഓരോ സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഓരോ ലെവലിൽ ഇരിക്കുന്ന വ്യക്തികളുടെ, നഴ്സിംഗ് സൂപ്പർവൈസർ ആവാം, നഴ്സിംഗ് ഇൻചാർജ് ആവാം, ആരും ആവാം. അപ്പൊ അവരുടെ ഒരു റോള്, അവരെന്താണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ശക്തി എന്ന് പറയുന്നത്, അവരെന്ത് അധികാരങ്ങളൊക്കെയാണ് കീഴടക്കി വെച്ചിരിക്കുന്നത്, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ പേരിൽ എന്തൊക്കെയാണ് പുതുമയുള്ളത്, അതനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ആരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ പൊസിഷനിലുള്ള വ്യക്തികൾക്ക് അവരുടേതായ ഐഡന്റിറ്റി അനുസരിച്ചിട്ടുള്ള റോൾസ്, അവരുടെ പ്രവർത്തനങ്ങള്, റെസ്പോൺസിബിലിറ്റികള്, അതേപോലെ തന്നെ അധികാരങ്ങള്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷനൊക്കെ ആരൊക്കെയായിട്ട് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ പറയുന്നത് നഴ്സിംഗ് ഈസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ്, എവറി ഹോസ്പിറ്റൽ ഹയറാർക്കി ആസ് ഡോക്ടേഴ്സ് ഗ്രൂപ്പ്. അതായത് ഡോക്ടേഴ്സിലുള്ള ഹയറാർക്കി പോലെ തന്നെയാണ് എന്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടേഴ്സിന്റെ ലെവലിലും എന്തുണ്ട്, സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുമാതിരി തന്നെയാണ് എന്താ നഴ്സിംഗ് ഫീൽഡിലും അവർക്കും ഇങ്ങനെ ഒരു ഹൈറാർക്കി മേലുള്ള ഉദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും ഉണ്ടാകാം. And it is necessary to understand the different nursing classifications. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനിലുള്ള നഴ്സിംഗ് പേഴ്സൺസിനെയാണ് പരിചയപ്പെടുന്നത്. നോക്കാം, അതിലെന്താണ് നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നേഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഏറ്റവും ടോപ്പിൽ ആരാണ് കാണിച്ചിരിക്കുന്നത്? നഴ്സിംഗ് ഡയറക്ടർ. ദെൻ നെക്സ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, പിന്നെ അതിനുശേഷം നഴ്സിംഗ് സൂപ്പർവൈസർ, പിന്നെ നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നേഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഇതാണ് ഈ ഒരു ഇതിന്റെ ഭാഗത്തിന്റെ പ്രത്യേകത. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പേഴ്സന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റിയും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓപ്ഷനിൽ ഇതെല്ലാം കൊടുത്തിരിക്കും. ആ കറക്റ്റ് പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ നഴ്സിംഗ് ഓരോ മേഖലയിലുള്ള വ്യക്തികളുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് എന്താക്കുക എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതിന് നമ്മൾക്ക് മനസ്സിലാക്കി വെക്കുന്നതിൽ ആദ്യം എന്താണ് ആ ഹൈറാർക്കി മോഡൽ എന്താണെന്ന് നോക്കുക. നഴ്സിംഗ് ഡയറക്ടറാണ് ഏറ്റവും ടോപ്പിലുള്ളത്, ഏറ്റവും താഴെയുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഇനി നഴ്സിംഗ് ഡയറക്ടറിന്റെ താഴെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ട്, ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, അതിന് താഴെയാണ് നഴ്സിംഗ് ഇൻചാർജ്, അതിന് താഴെയാണ് സ്റ്റാഫ് നഴ്സ്, പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ്. അങ്ങനെയാണ് അതിന്റെ ആ ഒരു ഗ്രാഫ് പോയിരിക്കുന്നത്. അപ്പൊ ഇനി അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാറ്റസ് ആണ് അവർ കൈകാര്യം ചെയ്തു പോകുന്നത്. നഴ്സിംഗ് ഡയറക്ടറിന്റെ മേഖലയിലേക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ്സ് ദ ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് കോർഡിനേറ്റ്സ് ഹെൽത്ത് സർവീസ്. അതായത് ഇതിലെന്താണ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഈ ഡയറക്ഷൻ എന്നുള്ള ഡയറക്ഷന്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി എല്ലാ നഴ്സുമാരും അവർക്ക് എല്ലാവർക്കും എന്താണ് ഡയറക്ഷൻ ഒരു കൃത്യമായിട്ടുള്ള വഴി നിർദ്ദേശിക്കുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറാണ്. അതിന്റെ കോർഡിനേറ്റിംഗ് ഹെൽത്ത് സർവീസ് അവരെ എല്ലാവരെയും ഏകോപിപ്പിക്കുന്നതും ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്.
ഇനി നെക്സ്റ്റ് their duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. വീണ്ടും പറയുന്നുണ്ട് എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും സൂപ്പർവൈസ് ചെയ്യുന്നതിന് നമുക്കറിയാം മൊത്തത്തിൽ ഡയറക്റ്റ് ചെയ്യുന്നതിന് എന്റെ വഴിയിലേക്ക് നിങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അങ്ങനെ കുറെ ഇതുകളുണ്ട് അല്ലെ. ഒരു ഒന്നിച്ച് തന്നെ കൊടുക്കേണ്ട ഒരു ഇത് കാണിച്ച് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. ഏകോപിച്ച് നിർത്തേണ്ടതുണ്ട്, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏകോപിച്ച് നടത്തേണ്ടതും ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. വീണ്ടും പറയുന്നു എന്താണ്? നഴ്സുമാരെ മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. Their duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. മറ്റ് ഭരണപരമായിട്ടുള്ള അതായത് നമ്മുടെ പേഷ്യൻസും ഇതോളം തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കുന്നതും ബഡ്ജറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ രേഖകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് ഡയറക്ടർ തന്നെയാണ്. Then at a minimum they require 4 workers or a bachelor degree nursing along with at least 10 years of experience in a teamed person. അതായത് ഈ വ്യക്തിക്ക് നമുക്കറിയാലോ നഴ്സിംഗ് ഡയറക്ടർ എന്നുള്ള പദവി പെട്ടെന്നൊന്നും കിട്ടില്ല. സാധാരണ രീതിയിൽ എന്താണ് ഇവർക്ക് ശരിക്കും ബാച്ചിലർ ഓഫ് ഡിഗ്രി വേണം. അതോടൊപ്പം തന്നെ എന്താണ് 10 വർഷത്തിലെങ്കിലുള്ള എന്താണ് എക്സ്പീരിയൻസ് കറക്റ്റ് അതേ ഡയറക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് പോലെയുള്ള ഇതില് രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ഹോസ്പിറ്റൽ സർവീസ് ഉള്ള പ്ലേസുകളിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിലാണ് ഡയറക്ടർ പദവി അറിയിക്കുന്നുള്ളൂ. ഓക്കെ, അതില് അപ്പൊ 2 കാര്യങ്ങളാണ് ബാച്ചിലർ ഡിഗ്രി വിത്ത് 10 years എക്സ്പീരിയൻസ് ഇൻ ഡീപ്. അതാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇവരുടെ ജോലിയും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ടു ഡയറക്റ്റ് ഓവർസീ ആൻഡ് എവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒരു ഡയറക്ഷൻ കൊടുക്കുക, അതേപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളെയും വിലയിരുത്തുക എന്നുള്ള കാര്യം എന്താണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ, സ്റ്റാഫിംഗ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്തരത്തിലുള്ള പ്രൊസീജിയർ അതിന്റെ നടപടിക്രമങ്ങളിലൊക്കെ ഗൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. Then to set long-term goal for the insurance department. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ലോങ് ടേം ലക്ഷ്യമുണ്ടാവും അല്ലെ. നല്ല പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ലോങ് ടേം ലക്ഷ്യങ്ങളെല്ലാം ഉറപ്പുവരുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇന്ന ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ലോങ് ടേം ഗോളുകളൊക്കെ സെറ്റ് ചെയ്തതും നഴ്സിംഗ് ഡയറക്ടറാണ്. അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. എന്തെങ്കിലും പേഷ്യന്റിന്റെ അഡ്മിഷൻ ആവാം, ഇൻ കേസ് നഴ്സുമാരുടെ അപ്പോയിന്റ്മെന്റ്സ് എന്തെങ്കിലും കാര്യങ്ങളാവാം. അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നതും അത് തന്നെയാണ് നഴ്സിംഗ് ഡയറക്ടറാണ്. Then settle issues and problems, both departmental issues and patients issues. അതായത് നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും, പല പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെ, ചില പ്രോബ്ലംസുകൾ ഉണ്ടാവും. അത് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് മാത്രം തന്നെ പേഷ്യൻസിന് അവിടെയൊക്കെ ചികിത്സയ്ക്കായിട്ട് വരുന്ന പേഷ്യൻസിനും ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് നഴ്സിംഗ് ഡയറക്ടറാണ്. പിന്നെ റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. നമുക്കറിയാം മാനേജ്മെന്റിന് കീഴിലാണ് ഇവരെല്ലാം അല്ലെ. അപ്പൊ മാനേജ്മെന്റ് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ മാനേജ്മെന്റിനെ എന്തെങ്കിലും ബോധിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ് എന്നുള്ളതാണ്. അതിനെ വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ദ ഇൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതായത് അതില് പറയുന്നത് ലോങ് ടേം ഗോൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതായത് ഇൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും നല്ല എന്താ പറയുക ചെറിയ ചെറിയ ഗോളുകളിനേക്കാൾ അപ്പുറം വലിയ നീണ്ട കാലയളവിലേക്കുള്ള ഒരു ലക്ഷ്യമുണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അത്തരത്തിലുള്ള ലക്ഷ്യം ഉറപ്പുവരുത്തുന്നത് സെറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറാണ്. ഭയങ്കര ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ ഇത്രയും പേഷ്യൻസിനെ ഇപ്പൊ ഇവിടുന്ന് പരിചരിച്ച് വിടണം എന്നുള്ള ലക്ഷ്യമായിരിക്കും. ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് ആൾക്കാരെ പരിചരിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ
ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അതേസമയം ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും, ഒരുപാട് സൗകര്യങ്ങളുണ്ടാവും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് രോഗികളെ ചികിത്സിക്കാനുള്ള ലക്ഷ്യം ഉണ്ടാവുകയായിരിക്കും. അപ്പൊ ആ തരത്തിലുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളും കോർഡിനേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുക എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ഇനി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു പോകുന്നുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാനേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. നഴ്സിംഗ് സൂപ്രണ്ടന്റ് നെക്സ്റ്റ് നമ്മുടെ ഹൈറാർക്കിയിലെ നെക്സ്റ്റ് പേഴ്സൺ ആണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്. ആദ്യം നഴ്സിംഗ് ഡയറക്ടർ ആണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്നാണ് നമുക്കറിയാം. ആ ഹൈറാർക്കി എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും ടോപ്പിൽ ആരാണ്, ഏറ്റവും താഴെയുള്ളത് ആരാണ്. അപ്പൊ അവരുടെ കീഴിലുള്ള വ്യക്തികൾക്ക് എന്താണ്, മേലധികാരികളെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആവശ്യകത ഉണ്ടാവും. അതേമാതിരി തന്നെ താഴെയുള്ള വ്യക്തികളൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ഉണ്ടാവും. അതുകൊണ്ടാണ് ഹൈറാർക്കിയുടെ മോഡല് കൃത്യമായിട്ട് മൈൻഡിൽ ഉണ്ടാവാതെ പറയുന്നത്. അപ്പൊ ആരെയാണ് റിപ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നും ആരെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പോയിന്റ്സ് എപ്പോഴും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലെന്താണ് പറയുന്നത്, സൂപ്രണ്ടന്റിന്റെ ഇതില് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് സെക്കൻഡ് കമാൻഡിന്റെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. രണ്ടാമത്തെ ഒരു കമാൻഡിംഗ് പവർ അല്ലെങ്കിൽ ആജ്ഞാപിക്കാനുള്ള പവറുള്ള പേഴ്സൺ ആണ് സൂപ്രണ്ടന്റ്. He or she will be held responsible for management and supervision of nursing service of the department of the hospital. അപ്പൊ അവരെ എന്താണ്, അവർക്കുള്ള ഉത്തരവാദിത്വം എന്താണ്, സൂപ്പർവൈസ് നഴ്സിംഗ് സർവീസ് ഓഫ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ അല്ലെ, അവിടെയുള്ള നഴ്സിംഗ് സർവീസുകളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റിന് ഉള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലും കുറെ നഴ്സുമാരെ അവരുടെ സേവനം കാഴ്ചവെക്കുന്നുണ്ടാകും. ഈ വ്യക്തികളെ എല്ലാം സർവീസ് അവരെ എല്ലാം സൂപ്പർവൈസ് ചെയ്യേണ്ട ഒരു മെയിൻ റോളാണ് നമുക്കുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടന്റിനുള്ളത്. പിന്നെ he or in all areas of the nursing activity, he or she will help the nursing director and act as a director in the absence of the nursing director. അതായത് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നഴ്സിംഗ് ഡയറക്ടറുടേതായ എന്തെങ്കിലും കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹൈറാർക്കി പൊസിഷൻ നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ഇവർക്ക് മേലെയുള്ള നഴ്സിംഗ് സൂപ്രണ്ടന്റിന് മേലെയുള്ള പോസ്റ്റ് ആരാണ്, നഴ്സിംഗ് ഡയറക്ടർ. അപ്പൊ അവർക്ക് ആവശ്യമായ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുകയും വേണം. ആൻഡ് ആക്ട് ആസ് എ ഡയറക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ നഴ്സിംഗ് ഡയറക്ടർ. ഇനി നഴ്സിംഗ് ഡയറക്ടറിന്റെ ആബ്സെൻസ് വരികയാണ്. അപ്പോൾ നഴ്സിംഗ് ഡയറക്ടർ ചെയ്യേണ്ട ചില ഡ്യൂട്ടികൾ അവരുടെ അഭാവത്തിൽ ഇവര് നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടികൾ ചെയ്യുകയാണ്. അതാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ പാരഗ്രാഫിൽ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഓർത്തുവെക്കുക. പ്രധാനമായിട്ടും സൂപ്പർവൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ നഴ്സുമാരെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രവർത്തനം നഴ്സിംഗ് സൂപ്രണ്ടന്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ അവര് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുകയും വേണം. മാത്രമല്ല അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ചിലപ്പോൾ അഭാവങ്ങളെല്ലാം ഓൾറെഡി ഉണ്ടാവും. പക്ഷെ അവർ ഇന്ത്യയുടെ ഡ്യൂട്ടികൾ സൂപ്രണ്ടന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഡ്യൂട്ടികൾ ചെയ്യാനും സാധിക്കും. അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, he or she will help the nursing director in his work. അവരുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അവരുടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്ടറിന്റെ വർക്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതുണ്ടെങ്കിൽ ചെയ്യുക. Then accountable for master rotation of nurses. നഴ്സുമാരുടെ റൊട്ടേഷൻ ഉണ്ട് അല്ലേ, നമുക്കറിയാം 24 hours വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ. അവിടെ 24 hours നഴ്സുമാരുടെ സേവനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടികൾ ഷിഫ്റ്റ് ചെയ്തതനുസരിച്ചിട്ടുള്ള മാസ്റ്റർ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. തയ്യാറാക്കുന്നത് വേറെ പേഴ്സൺ ആണ്, വേറെ പഠിക്കുന്നുണ്ട്. അതേസമയം അതിന്റെ ആ ഉത്തരവാദിത്തം പെടുത്തിയിരിക്കുന്ന വ്യക്തി ആരാണോ നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്. നെക്സ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ് നമ്മുടെ ഈ റൊട്ടേഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾ ഈ തേർഡ് പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്.
അതായത് ഓരോ വാർഡില് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ് എന്ത് നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ തയ്യാറാക്കുന്നത്. ഇന്ന പേഴ്സൺസ് ഇങ്ങനെ ഷിഫ്റ്റിൽ കയറണം, പിന്നെ നെക്സ്റ്റ് പേഴ്സൺസ് ആയിരിക്കണം, സ്റ്റാഫേഴ്സ് ആയിരിക്കണം, ഇവിടെ ഇങ്ങനത്തെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ്. ഇനി അവര് ഇത് എന്ത് ചെയ്യണം? ഇത് തയ്യാറാക്കിയതാണ് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ റോസ്റ്റർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ഈ റൊട്ടേഷൻ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ കൺഫേം ഡ്യൂട്ടി റൊട്ടേഷൻ ഓഫ് റൊട്ടേഷൻ സ്റ്റാഫ് നേഴ്സ് പ്രിപ്പയറായി നഴ്സിംഗ് ഇൻചാർജ്. അപ്പൊ ഈ റൊട്ടേഷൻസ് എല്ലാം തയ്യാറാക്കുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഈ ഇൻചാർജ് തയ്യാറാക്കിയിരിക്കുന്നത് കൺഫേം ചെയ്യണം അല്ലെ, സ്ഥിരീകരിക്കേണ്ട ഡ്യൂട്ടി ആരെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അതുകൊണ്ടാണ് പറയുന്നത് അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സ്. ഇയാളാണ് ശരിക്കും അത് സ്ഥിരീകരിക്കുന്നത്. ഈ നഴ്സിംഗ് റൊട്ടേഷൻ ചാർട്ട് ഇൻചാർജുള്ള പേഴ്സൺ തയ്യാറാക്കിയിരിക്കുന്നത് സ്ഥിരീകരിക്കുക എന്ന നിലപാടെടുക്കുന്ന പേഴ്സൺ ആരാണെന്നുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഇതാണ് അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സ് എന്ന് പറയുന്നത്. ഉത്തരവാദിത്തപ്പെടുന്നു മാസ്റ്റർ റൊട്ടേഷൻ നഴ്സിംഗിന്റെ ആ ചാർട്ട് എടുത്തത് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് നോക്കിയായില്ലേ? നെക്സ്റ്റ് അക്കൗണ്ടബിൾ. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അതേമാതിരി തന്നെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് നൈറ്റ് സൂപ്പർവൈസർക്ക് നൈറ്റിലെ ഡ്യൂട്ടി കഴിഞ്ഞ് എന്താണ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ കയ്യിലാണ്. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ആ റിപ്പോർട്ടുകളെല്ലാം കീപ്പ് ചെയ്ത് വെക്കേണ്ടതും കാര്യം ആവശ്യമുള്ള സമയത്തൊക്കെ അത് സബ്മിറ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോ തയ്യാറാക്കുന്നത് ആരാണ്? നൈറ്റ് സൂപ്പർവൈസേഴ്സ് ആയിരിക്കും നൈറ്റ് ഡ്യൂട്ടീസിൽ വരുന്നത്. പക്ഷെ റിപ്പോർട്ട് കൊടുക്കുന്നത് അത് ആർക്കാണ് കൊടുക്കേണ്ടത്? നഴ്സിംഗ് സൂപ്പർവൈസർ. Then organize the staff meeting regularly. സ്റ്റാഫുകളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടത് അത് തീരുമാനമെടുക്കുന്നത് ആരൊക്കെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ഈ സ്റ്റാഫ് മീറ്റിംഗ്സ് റെഗുലർ ആയിട്ട് വിളിച്ചു കൂട്ടേണ്ടത്. Then keep the record of staff statistics in connected with the educational programs. എന്തെങ്കിലും എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണ കണക്കുകൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതും ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then accountable to receive report from the supervisors supervise the neatness of the ward with the help of a nursing in charge. അതിൽ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് സ്റ്റാഫിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യം. അതിനുശേഷം പറയുന്നത് എന്താണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സൺസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടുത്തെ നീറ്റ്നെസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. അതായത് എന്തെങ്കിലും അല്ലെ വാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസീസ് ഒക്കെ നമുക്കറിയാം. ഓരോ സമയത്തിനനുസരിച്ചിട്ട് ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും നയങ്ങളൊക്കെ രൂപീകരിക്കേണ്ടതുണ്ടോ? ചിലപ്പോൾ പേഷ്യൻസിന്റെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ നഴ്സുമാർക്ക് ഡ്യൂട്ടി മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴെന്താണ് ചില നിയമങ്ങളോ നടപടിക്രമങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ളത് അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസീസോ സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസികൾ മാറ്റങ്ങൾ വരുത്തുകയോ അറേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം എടുക്കാനുള്ള പവർ ആർക്കാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റിനാണ്. ഓക്കെ, അതാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും. നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Accountable to receive report from the night supervisor. അതായത് നൈറ്റ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അവിടെ സൂപ്പർവൈസറിന്റെ ഒരു നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് സൂപ്പർവൈസർ എന്നുണ്ട്. നൈറ്റ് സൂപ്പർവൈസർ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അല്ലെ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവിടെയുള്ള നൈറ്റ് സൂപ്പർവൈസർ ആണ് അത് തയ്യാറാക്കുന്നത്. ഈ നൈറ്റ് സൂപ്പർവൈസർ തയ്യാറാക്കുന്നതിന്റെ ആ റിപ്പോർട്ട് സ്വീകരിക്കുന്ന വ്യക്തി ആരാണ്? സൂപ്രണ്ടന്റ് ആണ്. അതാണ് അവർ പറയുന്നത്. നൈറ്റ് സൂപ്പർവൈസർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ സ്വീകരിക്കേണ്ട വ്യക്തി ആരാണ്? സൂപ്രണ്ടന്റ് ആണ്. Accountable to receive a report from the night supervisor. എന്താണ് 6th point? Keep the record of the staff statistics in connected with the education programs. അതായത് സ്റ്റാഫിന്റെ സ്ഥിതിവിവര കണക്കുകളാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്തെങ്കിലും എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിതിവിവരണ കണക്കുകളായിരിക്കും. അപ്പൊ അത് കീപ്പ് ചെയ്ത് വെക്കേണ്ടത് ആരാണ്? അവർക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷനോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതിവിവര കണക്കുകളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടത് ആരാണ്? ഇദ്ദേഹത്തിന്റെ ഇതിലായിരിക്കും അല്ലെ, ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നൊക്കെ എന്തെങ്കിലും സ്ഥിരീകരിക്കാനത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആള് മറുപടി കൊടുക്കണമല്ലോ. അത്തരത്തിലുള്ള കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ ആണ് നഴ്സിംഗ് സൂപ്പർവൈസർ. Nursing supervisor is considered as a nursing executive and is a part of the leadership team and is considered a nursing executive. അതായത് nursing supervisor നമുക്ക് വേറൊരു പേര് വേണമെങ്കിൽ വിളിക്കാം, nursing executive. അദ്ദേഹം എന്താണ്? ഒരു ലീഡർഷിപ്പ് ടീമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നഴ്സിംഗുമാരെ മൊത്തത്തിൽ അല്ലെ, നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ നഴ്സുമാര് പ്രൊഫഷൻസിനൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ വാലുവേറ്റ് ചെയ്യാം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇവർ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാണോ, എന്തിനെ കുറിച്ചും ഒരു സൂപ്പർവിഷൻ എന്നുണ്ട്, സൂപ്പർവിഷനൊക്കെ ആയിട്ട് വരും. അതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ കൺസിഡേർഡ്, അവരെ പരിഗണിക്കുന്ന നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം. അവരാണ് ലീഡ് ചെയ്ത് പോകുന്നത്. എന്തൊക്കെയാണ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്ത് പോകുന്നു. ആൻഡ് ഇത് കൺസിഡേർഡ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്, അതിന്റെ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന പരിഗണനയിൽ പെടുത്താം. There is a nursing supervisor available around the program. എല്ലായിടത്തും nursing supervisor എത്തുന്നതാണ് ഉദ്ദേശിക്കുന്നത്. Nursing supervisor should always be ready to attend a patient either in person or by way of consultation in an on-call capacity. അതായത് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് എല്ലാവർക്കും റെഡിയാണ്. ഇൻ കേസ് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് നമുക്കറിയാലോ, ചില സമയത്ത് സൂപ്പർവൈസർ തന്നെ നിൽക്കുകയായിരിക്കും, അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടില്ലെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അത് ആ ഒരു ടൈമിൽ ഇത് ഇൻ പേഴ്സൺ ഓർ ബൈ വേ ഓഫ് കൺസൾട്ടേഷൻ ഇൻ ഓൺ കോൾ കപ്പാസിറ്റി. ചിലപ്പോൾ എന്തെങ്കിലും കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും സൂപ്പർവൈസർ ഉണ്ടാവുന്നത്. അപ്പൊ അവര് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. സൂപ്പർവൈസർ ഇങ്ങനെ പോകുമ്പോൾ പല രീതിയിലുള്ള വർക്കുകൾ അവരുമായി ബന്ധപ്പെട്ടുണ്ടാവും. എല്ലായിടത്തും അവര് എക്സിക്യൂട്ടീവ് എന്ന നിലയിലുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അതായത് നഴ്സിംഗ് സൂപ്പർവൈസർ എന്താണ് നമുക്കറിയാലേ, ഇനി അതിന് പേരുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ സൂപ്രണ്ടന്റിനെ ഹെൽപ്പ് ചെയ്യേണ്ട പദ്ധതി ആർക്കാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിനാണ് എന്നുള്ളതാണ്. Then duties and responsibilities വീണ്ടും പറയുന്നു. To select, orient, train, assign, schedule, coaching, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ അഡ്വൈസർ. അതായത് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പലതരത്തിലുള്ള ഇതുകളും അതിന് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇനിയിപ്പോ സെലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓറിയന്റഡ് വശയെ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുപ്പിച്ചിയോടുകൂടി ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇത്ര സമയത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ നടത്തുക. അതേപോലെ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രെയിൻ ചെയ്ത് നോക്കൂ. ഇങ്ങനെ അല്ലെ, നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് എല്ലാവരും സൂപ്പർവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അസൈൻ ചെയ്യുക, ഷെഡ്യൂൾ കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയ്. അതായത് സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, സൂപ്പർവൈസർ വരുമ്പോഴെന്താണ് എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടു കൂടി ചെയ്തു പോകേണ്ടതാണ്. അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ അച്ചടക്കത്തിൻ്റെതായ എന്തെങ്കിലും പ്രൊപ്പോസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യും.
എന്തെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അതായത് ഇച്ചിരി കൂടി പിന്നെ രീതിയിലാണ് പേഷ്യൻസിനോട് പെരുമാറേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉപദേശിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. എന്തെങ്കിലും ഷെഡ്യൂൾ കോച്ചിങ്, അതായത് ക്രമീകരണങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള വർക്കുകളെല്ലാം ആര് ചെയ്യും? സൂപ്പർവൈസർ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സെലക്ട്, ഓറിയന്റ്, ട്രെയിന്, അസൈന്, ഷെഡ്യൂൾ കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ. നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് പ്രൊസീജിയർ. അതായത് നമുക്കറിയാം എന്തെങ്കിലും ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ എന്താ നേരത്തെ കുട്ടിയുടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം, അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് ഇനി ഇത്രയും സമയം കൊണ്ട് ഇത്രയും പേഷ്യൻസിനെ കഴിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്ലാനുകളൊക്കെയാണ് നടപടിക്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്ലാനുകൾ ചെയ്യണം, എന്തൊക്കെ നടപടികൾ ചെയ്യണം, അത്തരം നടപടികളൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നതാണ് സൂപ്പർവൈസർ. സൂപ്പർവൈസറിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇത്തരം സമയം കൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് പ്രൊസീജിയർ. Then maintaining nursing principles and right norms, policies and procedures. അതായത് ഇതിൽ വീണ്ടും പറയുന്നത് എന്താണ്? നഴ്സിംഗിന്റെ പ്രിൻസിപ്പൾസിന്റെ തത്വങ്ങളിലും ആയിട്ടുള്ള റൈറ്റ് നോംസ്, മാനദണ്ഡങ്ങളും, പോളിസീസ്, നടപടികളും നിയമങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാക്കി കൊണ്ടുവരുന്നത്. നമുക്കറിയാം ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ചിലപ്പോൾ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടിരിക്കണം, അല്ലെ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എപ്പോഴും എന്താണ് നമ്മൾ നേരത്തെ കൂടിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വന്നാൽ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യകതയാണ്. അപ്പോ മെയിൻറ്റെയിൻ ചെയ്യുക നഴ്സിംഗ് പ്രിൻസിപ്പിൾസിൽ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ റൈറ്റ് ലോസ്, മാനദണ്ഡങ്ങൾ എഴുതുക, പോളിസീസ്, നയങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയും നഴ്സിംഗ് സൂപ്പർവൈസറിനാണ്. തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, കാരണം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ പോലും ചിലപ്പോൾ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്നുണ്ടാവില്ല. നേരത്തെ കൂട്ടിയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ? കൂട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതുക്കിയ നിയമങ്ങളും നടപടിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കേണ്ടതായിരിക്കും. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസറാണ്. Then identify patient service need by establishing personal relationship. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നല്ലൊരു ബന്ധം കാഴ്ചവെക്കണം, അല്ലെ? പിന്നീട് പേഷ്യൻസ് തിരിച്ചും ചികിത്സയ്ക്കൊക്കെ വരണമെങ്കിൽ എന്താണ്? നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം അവർ തമ്മിൽ. അപ്പോൾ പ്രത്യേകിച്ച് നഴ്സുമാരുടെ നല്ലൊരു ബന്ധം കാഴ്ചവെക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സേവനങ്ങൾ കാഴ്ചവെക്കാൻ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അതെല്ലാം കണ്ടെത്തേണ്ടതും നടപടി നടത്തിക്കൊണ്ട് പോകേണ്ടതും സ്ഥാപിക്കേണ്ടതും ഒക്കെ ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസറാണ്. Then maintain documentation of patient care services. പേഷ്യന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസറാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നു കൺഫേം ഓപ്പറേഷൻ. ഞാനൊരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പൊ എന്താണ് ഇതില് നമ്മള് പറഞ്ഞു നിർത്തിയത്? അതിലെന്താണ് പറഞ്ഞു നിർത്തിയത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പേഷ്യന്റുമായിട്ടുള്ള നല്ല ബന്ധത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ അത് തയ്യാറാക്കുന്നത് ആരാണ്? ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യൻസ് കെയർ സർവീസ് തയ്യാറാക്കുന്നതും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്, സൂപ്പർവൈസർ ആണ്.
നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. നമ്മൾ കണ്ടായിരുന്നു നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലെ, നഴ്സിംഗ് സൂപ്പർവൈസർ എല്ലായിടത്തും പോയി വിസിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ പേഷ്യൻസിനെ അവിടെ ഉള്ള പ്രോബ്ലംസ് എന്താണെന്ന് മീറ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ നഴ്സിംഗ് ഫീൽഡിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടായിരിക്കും, അപ്പോയിന്റ്മെന്റ്സുമായി എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. ഏത് രീതിയിലാണെങ്കിലും ഈ സൂപ്പർവൈസർ അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കും. പ്രോബ്ലംസ് ഇഷ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക, നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നോംസ് അല്ലെ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ട ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്, ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ തയ്യാറാക്കുന്നു. അതേമാതിരി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രിൻസിപ്പിൾസ് റൈറ്റ് നോംസും പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ തയ്യാറാക്കുന്നത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസറാണ്. ലാസ്റ്റ്ലി പറയുന്നതും ഇങ്ങനെ തന്നെയാണ്, എന്താണ് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ അഭാവങ്ങൾ അത് മൊമെന്റിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആവശ്യമാണെന്ന് തോന്നിയാൽ അത് എത്രയും പെട്ടെന്ന് എമർജൻസിക്ക് എത്തിച്ചു കൊടുക്കുന്നതും ആരാണ്, നഴ്സിംഗ് സൂപ്പർവൈസർ. ഇതാണ് മാറ്റേഴ്സ്. എപ്പോഴും സൂപ്പർവൈസ് ചെയ്തിരിക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസിയർ എന്തെങ്കിലുമൊക്കെ അഭാവങ്ങളോ ന്യൂനതകളോ ഉണ്ടോ എങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോകുന്നത് ആരാണ്, നഴ്സിംഗ് സൂപ്പർവൈസറാണ്. ലാസ്റ്റിൽ പറയുമ്പോൾ കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ്സ്, മെഡിക്കൽ ആവാം അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ്സ് അവൈലബിലിറ്റി, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ അതെല്ലാം എത്തിച്ചു കൊടുക്കുന്നതും ആര് തന്നെയാണ്, നഴ്സിംഗ് സൂപ്പർവൈസറാണ്. അതാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ കുറച്ച് ഡ്യൂട്ടീസ്. അപ്പൊ നമ്മൾ 2-3 കാര്യങ്ങൾ കണ്ടായിരുന്നു. ആരാണ്, നഴ്സിംഗ് ഡയറക്ടറുടെ കണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിലുള്ള സ്ഥാനം അവർക്കാണ്. അവർ ഗൈഡ് ചെയ്യുകയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ നഴ്സുമാരെ മൊത്തത്തിൽ അങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിന് താഴെയാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടന്റ് നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിലാണ് ഉണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അതേമാതിരി തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, നഴ്സിംഗ് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്യൂട്ടി കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, നഴ്സിംഗ് ഇൻചാർജ് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ കുറച്ച് എന്താണ് മീറ്റിംഗ് അല്ലെ, അവർക്ക് സ്റ്റാഫിന്റെ മീറ്റിംഗ് ഒക്കെ അങ്ങനെ ഓരോരോ പോയിന്റുകൾ വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോകുക. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഇവിടെ പറയാണ് എന്തെങ്കിലും ഒരു പോയിന്റ് വെച്ചുകൊണ്ട് ചോദിക്കാനോ, who keep the record of staff statistics connected with the education program എന്ന് പറയുമ്പോൾ ആ ഓപ്ഷൻസ് തന്നെ നമ്മൾ എഴുതി കണ്ടെത്തണം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ആരാണ് കീപ്പ് ചെയ്യേണ്ടത്, നഴ്സിംഗ് സൂപ്രണ്ട്. അപ്പൊ ഏത് പോയിന്റ് വെച്ചാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇത് നഴ്സിംഗ് ഡയറക്ടറുടെ ആണോ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. നഴ്സിംഗ് ഇൻചാർജിന്റെ എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാലോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. നഴ്സിംഗ് ഇൻചാർജിന്റെ പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് കണ്ടിന്യൂ ചെയ്യാണ് ഡ്യൂറിങ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. അതായത് നമ്മള് കണ്ടെത്തിയിരുന്നു നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വാർഡ്, നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും, ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓരോരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. അവിടെ മൊത്തത്തിൽ ഒരു വാർഡാണെങ്കിൽ അതിന്റെ ഇൻചാർജ് ഏതെങ്കിലും നഴ്സുമാർക്കായിരിക്കും. അപ്പൊ അതാണ് പറയുന്നത്, ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിങ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. ഒരു ഷിഫ്റ്റില് ആ ഷിഫ്റ്റില് ഈ വാർഡിന്റെ ഇൻചാർജ് എടുക്കേണ്ട വ്യക്തി എന്ന പദവിയിൽ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. If there is any problem with the patient, it is the nursing in charge who contact the patient first. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് ബന്ധപ്പെട്ട പേഷ്യൻസിന്
എന്തെങ്കിലും ഒരു പ്രോബ്ലം സൃഷ്ടി ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത് ആരെയാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയുടെ അടുത്താണ് പ്രോബ്ലംസ് പറയേണ്ടത്. And if the patient not satisfied with her response, അവരുടെ റെസ്പോൺസ് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള റെസ്പോൺസ് അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ആസ്ക് ടു സ്പീക്ക് ടു ദ നഴ്സിംഗ് സൂപ്പർവൈസർ. പിന്നെ സൂപ്പർവൈസറിന്റെ അടുത്താണ് അവർക്ക് കൃത്യമായ ആൻസർ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് പറയേണ്ടത് ആരുടെ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ. കാരണം നഴ്സിംഗ് ഇൻചാർജിന് മേലുള്ള പദവിയിലുള്ള വ്യക്തി ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ ഒരു വാർഡിന്റെ ഇൻചാർജ് കൊടുക്കുന്നത്, ഓരോ ഷിഫ്റ്റിലും ഒരു വാർഡിന്റെ ഇൻചാർജ് എടുക്കുന്ന പേഴ്സൺ ആണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. ആ നഴ്സിംഗ് ഇൻചാർജ് ആണ് പേഷ്യന്റിന്റെ ആ വാർഡിലുള്ള പേഷ്യൻസിന്റെയൊക്കെ എല്ലാ മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത്. ഇനി പ്രോബ്ലംസ് പേഷ്യൻസിനുണ്ട് എങ്കിൽ അത് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജിന്റെ അടുത്താണ്. നഴ്സിംഗ് ഇൻചാർജുകാർക്ക് കൃത്യമായ റെസ്പോൺസ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ വീണ്ടും എവിടേക്ക് എത്തിക്കേണ്ടത് എന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസറിലേക്കാണ് എത്തിക്കുക. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെ, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്നാൽ മേൽനോട്ടം വഹിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവലിലെ പേഷ്യന്റ് സർവീസ്. നമ്മൾ നല്ല രീതിയിലല്ലേ പേഷ്യൻസിന് നല്ലൊരു സേവനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഇൻചാർജുള്ള നഴ്സാണ്. ഒരു വാർഡിലെ ഇൻചാർജുള്ള നഴ്സായിരിക്കണം എന്ത് നല്ല രീതിയിലുള്ള പേഷ്യന്റിന്റെ കെയർ സർവീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത്. പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. അതായത് നമ്മുടെ മന്ത്ലി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ ഇങ്ങനെ ഷിഫ്റ്റുകളായിരിക്കും. അപ്പൊ ആ ഡ്യൂട്ടി ടൈമുകളെല്ലാം അറേഞ്ച് ചെയ്ത് തയ്യാറാക്കേണ്ടത് ആരാണ്? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു നഴ്സിംഗ് ഇൻചാർജ് എന്ന വ്യക്തിയാണ്. അത് റിപ്പോർട്ട് സൂപ്പർവൈസറിനാണ് ആ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. Then to maintain ward operations, maintain ward operations എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുട്ടികളല്ലേ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യും. വാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്ത് നഴ്സിംഗ് ഇൻചാർജ് പേഴ്സൺ ആണ്. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോഗ്രാംസ് റിപ്പോർട്ട്സ്. അതായത് നമ്മുടെ ആ വാർഡിലുള്ള പേഷ്യൻസിനെ എല്ലാം കൃത്യമായ രീതിയിൽ മെഡിസിൻ എത്തിക്കുക എന്നുള്ളതും അതേമാതിരി എന്തെങ്കിലും റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക, അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നഴ്സിംഗ് ഇൻചാർജുള്ള പേഴ്സൺ. ഓക്കെ, എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മള് മിക്കവാറും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോ ഇൻചാർജുള്ള നഴ്സുമാരെയോ സൂപ്പർവൈസറിനെയോ സൂപ്പർവൈസറിനെയൊക്കെ ചിലപ്പോൾ കണ്ടിന്ന് വരില്ല, ചിലപ്പോൾ റയറൊക്കെ ആയിട്ട് നമ്മൾ കണ്ടെന്നിരിക്കും. പക്ഷെ സ്റ്റാഫ് നേഴ്സിനെ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കും, അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് സ്റ്റാഫ് നേഴ്സിനെ എന്തായാലും നമ്മൾ കണ്ടിരിക്കും. കാരണം പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള മാറ്റേഴ്സും കൈകാര്യം ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. ലാസ്റ്റ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോഗ്രാറ്റിക്സ് റിപ്പോർട്ട്സ്. അതായത് മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ മെഡിസിനുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആകാൻ ചിലപ്പോൾ മെഡിസിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട്, ഷോർട്ടേജ് ഉണ്ട്, പേഷ്യൻസിന് കൊടുക്കേണ്ട റിപ്പോർട്ട്സിന് എന്തെങ്കിലും ഷോർട്ടേജുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത്, അല്ലെ? അതെല്ലാം ഷോർട്ടേജ് വെക്കാനൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് വ്യക്തിയാണ്. അതേമാതിരി തന്നെ നാരോഗ്രാഫിക് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ടുകൾ തയ്യാറാക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ട മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട വ്യക്തി, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുന്നതും ആരാണ്? നഴ്സിംഗ് ഇൻചാർജുള്ള പേഴ്സണാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് സ്റ്റാഫ് നേഴ്സ്. സ്റ്റാഫ് നേഴ്സിന് നമ്മൾ പറഞ്ഞു എന്താണ് എല്ലാ തരത്തിലും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ആണ്. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നേഴ്സ് who handle the largest segment of
ഹെൽത്ത് കെയർ വർക്ക്. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് ആരുടെ തന്നെയാണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. അതാണ് ലാർജസ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക് എന്ന് പറയുന്നത്. സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. ഒരു സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ആയിട്ടും എന്താണ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, നഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രിയോ ഡിപ്ലോമയോ വേണം. റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാമിൽ നിന്നുള്ള റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഡിഗ്രി വേണം എന്നുള്ളത്. Then they spend a lot of their time providing direct patient care. അതായത് ഒരു ധാരാളം പേഷ്യന്റിനെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് ഇവര് ഒരുപാട് സമയം ചെലവഴിക്കുന്നത്. സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യൻസ്. ഓരോ പേഷ്യൻസിനെയും നന്നായിട്ട് നിരീക്ഷിച്ച് അവരെ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ച് അവരിൽ നിന്ന് എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കി അത് വിലയിരുത്തി പേഷ്യൻസിനെ ശുശ്രൂഷ നടത്തുന്നത് ആരാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. സ്റ്റാഫ് നഴ്സ് വീണ്ടും പറയുന്നു, ഇഫ് there is a sudden change in any patient's condition, nurse take appropriate action such as medication or calling the doctor. അതായത് ഇൻ കേസ് നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു കണ്ടീഷൻസിൽ പേഷ്യന്റിന്റെ കണ്ടീഷനിൽ മാറ്റങ്ങൾ വരികയാണ്, പെട്ടെന്ന് സഡനില് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നെസസറി ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ്, നഴ്സുമാർ തന്നെ അതിനനുയോജ്യമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആക്ഷൻസ് എടുക്കും. ഇൻ കേസ് മെഡിസിനൊക്കെ ചിലപ്പോൾ കൊടുത്താൽ എന്തെങ്കിലും അപ്പോഴത്തെ സാഹചര്യത്തിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യും. അവർ കോളിംഗ് ഡോക്ടർ, അവരെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യും? അവര് ഡോക്ടർമാരെ കോൾ ചെയ്ത് കഴിയും. അങ്ങനെയാണ് സ്റ്റാഫ് നഴ്സിന്റെ ഗ്രൂപ്പ്. സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നല്ലൊരു ഭാഗം പേഷ്യന്റുമായിട്ട് ചിലവഴിക്കുന്ന പേഴ്സൺസ് ആണ് ആര്? സ്റ്റാഫ് നഴ്സുമാര്. അവരിവരെ എവാലുവേറ്റ് ചെയ്ത് എപ്പോഴും പരിശോധിച്ചുകൊണ്ട് അവരെ വിലയിരുത്തി അവരുടെ എന്താണ് രോഗാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുകയാണ്. അടുത്ത ടൈമില് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ അങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ ആ ടൈമിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിസിൻസ് കൊടുക്കും. ഇൻ കേസ് അതല്ല എങ്കിൽ പറ്റിയില്ലെങ്കിൽ അവരെ ഡോക്ടേഴ്സിനെ വിളിക്കുന്നതാണ്. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇവരുടെ ഡ്യൂട്ടീസും പറയുന്നുണ്ട്. എന്താണ് ഇവരുടെ ഡ്യൂട്ടീസിൽ പറയുന്നത്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് ദ പേഷ്യന്റ്. അതായത് നമുക്കറിയാം പേഴ്സണായിട്ട് ഒരു നല്ലൊരു ബന്ധം അല്ലെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത് ആർക്കാണ്? സ്റ്റാഫ് നഴ്സുമാർക്കാണ്. അപ്പൊ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് പേഴ്സണൽ റിലേഷൻ വിത്ത് ദ പേഷ്യന്റ് ഒരു ബന്ധം സ്ഥാപിക്കുന്നു. Then establish a sympathetic environment by providing emotional, psychological, spiritual support to patient and families. നമുക്കറിയാം പേഷ്യന്റിനെ അല്ലെ നമ്മൾ ചികിത്സിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോ ചിലപ്പോ പേഷ്യൻസ് നമുക്കറിയാം എപ്പോഴും അൺവെല്ലായിരിക്കും, അവരുടെ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇവരെ ഒന്ന് മനസ്സിലാക്കി രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മെഡിസിൻ കൊടുക്കണം. മെഡിസിനൊക്കെ ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ആണെങ്കിൽ അവര് അതുമായി ബന്ധപ്പെട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് നല്ല രീതിയിൽ ഇവരോട് പെരുമാറേണ്ടതുണ്ട്. ഇവരുടെ ഇമോഷണൽ ആയിട്ടുള്ള വികാരങ്ങളെ എല്ലാം സൈക്കോളജിക്കലായിട്ടും ആത്മീയമായിട്ടാണെങ്കിലും മെന്റലി ആണെങ്കിലും ഒക്കെ എന്താണ് ഇവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഒരു ഫ്രണ്ട്സിനെ പോലെയോ ഫാമിലി മെമ്പേഴ്സിനെ പോലെയോ ഒക്കെ ഇവരോട് ഇടപഴകിയിട്ടാണ് ഇവർക്ക് എന്താണ് ഒരു നല്ല ഒരു ട്രീറ്റ്മെന്റ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഈ പോയിന്റിൽ പറഞ്ഞത്. തേർഡ് പോയിന്റ്, സോൾവ് പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയറൺമെന്റ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെ നമുക്കറിയാം എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഇവരാണല്ലോ. അപ്പൊ സ്റ്റാഫ് നഴ്സ് ആയിരിക്കും പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ചു പോകുന്നത്. സോൾവ് ദ പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയറൺമെന്റ്. നല്ലൊരു വൃത്തിയുള്ള എൻവയറൺമെന്റ് ചുറ്റുപാട് അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സ് ആണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് മെഡിസിൻസ് എല്ലാ പേഷ്യൻസിന് എന്തൊക്കെ മെഡിസിൻസ് വേണം അതൊക്കെ ഇനി എപ്പോഴാണ് ഓരോ സമയത്തിനനുസരിച്ച് കൊടുക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നത് ആരാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ട്. അതായത് എന്തെങ്കിലും ചാർട്ട് അനുസരിച്ചിട്ടാണ് അല്ലെ നമ്മൾ ഡോക്ടേഴ്സ് വരുമ്പോൾ ഓരോ ചാർട്ട് കൊണ്ടുവന്ന് ആ ചാർട്ട് അനുസരിച്ചിട്ടാണ് രോഗിയെ പരിശോധിച്ചു പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അത് തന്നെയാണ് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്.
മെയിനിങ് പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫോർമേഷൻ കോൺഫിഡന്റ്. അതേമാതിരി തന്നെ ഇവർക്ക് പേഷ്യൻസിന് നല്ല ആത്മവിശ്വാസത്തോടുകൂടി അല്ലെ അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലുള്ള ഒരു ഇത് അറ്റ്മോസ്ഫിയർ കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഒരു ആത്മവിശ്വാസത്തോടെ കീപ്പ് ചെയ്ത് വെക്കണം. ഒപ്പം എന്താണ് ഇൻഫോർമേഷൻ കോൺഫിഡന്റും അത് സ്വകാര്യമായിട്ട് മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാത്ത തരത്തിലുള്ള ഒരു രീതിയിൽ ഇത് സൂക്ഷിച്ചു വെക്കണം. മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്. നേരത്തെ പറഞ്ഞ മാത്രമേ മെഡിസിൻസ് മാത്രമല്ല ചിലപ്പോണെങ്കിൽ ചില സംഭവങ്ങളല്ലേ ചിലപ്പോ പ്രൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടാക്ട് ചെയ്യേണ്ട വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Then maintain professional and technical knowledge by attending education workshop. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലമാണ് അല്ലെ, പുതുമയോടുകൂടി വരുന്ന കാലമാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മുടെ ചികിത്സാ രംഗത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് എല്ലാം ഇവർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്. അതായത് വിദ്യാഭ്യാസപരമായിട്ട് എന്താണെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് സ്റ്റാഫ് നഴ്സിൽ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഒക്കെ ചോദിക്കാം. വായിച്ചു നോക്കുക എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഭാഗം കൂടെ ഉണ്ട്, അതുകൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് സമയം തരാം. നോക്കാം. എന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റ്, എന്താണ് ലാസ്റ്റ് ഇതിൽ വരുന്നത് നമുക്കറിയാം. ഏറ്റവും ഹൈറാർക്കി സിസ്റ്റത്തിലെ ഏറ്റവും അവസാനത്തിൽ വരുന്ന ശ്രേണിയിൽ, ഹൈറാർക്കി എന്നുള്ളതിന്റെ എക്സാക്ട് മീനിങ്ങില് ശ്രേണി, അതാണ് ആ ഒരു ശ്രേണിയിലെ ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ്. Nursing assistant or assistant nursing is an individual who works under a staff nurse in a supporting role under. അതായത് ഏറ്റവും ലാസ്റ്റുള്ള പേഴ്സൺസിന് അവരെന്താണ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാഫുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് പ്രധാനമായിട്ടും. നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അസിസ്റ്റന്റ് ഹാവ് ദിസ് ലൈക്ക് ഹെൽപ്പിംഗ് പേഷ്യൻസ് വിത്ത് ദെയർ ബേസിക് നീഡ്സ്. അതേപോലെ തന്നെ പേഷ്യൻസിനെ അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, നമുക്കറിയാം കിടപ്പ് രോഗികളൊക്കെ വരുന്നത് അവർക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് എന്തെങ്കിലും സേവനം ആവശ്യമായിട്ട് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നഴ്സിംഗ് അസിസ്റ്റന്റിനെ തയ്യാറാകുന്നത്. They must be completed short term diploma course of nursing. നഴ്സിംഗിന്റെ ചെറിയ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളാണ് അവര് പഠിച്ചതിന് വേണ്ടി തയ്യാറാകുന്നത്. They must complete a short term diploma course of nursing. പിന്നെ വീണ്ടും പറയുന്നത് duties and responsibilities. നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അല്ലെങ്കിൽ നഴ്സുമാരെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടികളായിരിക്കും. അതേമാതിരി തന്നെ പേഷ്യൻസിന് അവരുടെ ചില ആക്ടിവിറ്റീസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്ന ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം. അതായത് നമുക്കറിയാം പേഷ്യൻസിനൊക്കെ വയ്യാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഏജ് ഓവറൊക്കെ ആവുന്നത് അവർക്ക് ആ രീതിയിൽ ഹെൽപ്പ് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്, അതേമാതിരി തന്നെ ക്ലീനിങ് പരിപാടികൾ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഇവരെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. അറിയാം കിടക്കുന്ന നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെ എന്താണെങ്കിലും പോകാൻ
അല്ലെങ്കിൽ വീൽചെയർമയാണെങ്കിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ബെഡിൽ തന്നെയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചേഞ്ച് ബെഡിങ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവര്. പൊസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽചെയർ ആൻഡ് സീറ്റ് ആൻഡ് ബെഡ്. അതായത് നമ്മൾ വീൽചെയറൊക്കെ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ചില പേഷ്യൻസിന് അല്ലെ അവർക്ക് സ്വമേധയെ നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയിലൊക്കെ വീൽചെയറിൽ കൊണ്ടുപോകാം. എല്ലാവർക്കും എത്തുക, നെക്സ്റ്റ് വീണ്ടും വെളിയിലൊക്കെ കൊണ്ട് കിടക്കുക. അങ്ങനത്തെ തരത്തിലുള്ള പ്രോസസ്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളാണ് നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. Reposition and move patients between പറഞ്ഞു. Then serve meals and help patients take their food. അതുപോലെ ചിലർക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രം തന്നെയാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെ ഉറപ്പായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അറിയാം. ഏജ് ഓവറായ വ്യക്തികൾ മാത്രമല്ല, എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സിക്കായിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ചിലപ്പോഴൊക്കെ എന്താണ് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആരെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ അവർക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അസിസ്റ്റന്റ് ആണ്. Measure vital signs such as blood pressure, temperature and report അവര് പറയുന്നത് റൊട്ടീൻ നേഴ്സ് ആണ്. ആരെന്നുള്ളത് റൊട്ടീൻ നേഴ്സുമാർ. ഇപ്പൊ ഇൻ കേസ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പേഴ്സൺസിന്റെ ഇതുകളൊക്കെ അല്ലെ ചിലപ്പോൾ അറിയാം കിടപ്പ് രോഗിയുടെ എന്തെങ്കിലും വയ്യാത്ത പേഴ്സൺസിനൊക്കെ ആണല്ലോ മറ്റുള്ളവരെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അവരുടെ ചില പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ വേരിയേഷൻ വന്നിരിക്കുന്നത് അതിന്റെ വ്യതിയാനങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ പ്രഷറിലോ ഷുഗറിലോ അല്ലെങ്കിൽ ഓക്സിജൻ എടുക്കുന്ന അവരിലോ ഓക്സിമീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പ്രഷറൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്തിട്ട് അത് രേഖപ്പെടുത്തിയിട്ട് റൂട്ടീൻ നഴ്സ് എന്നാണ്. റൂട്ടീൻ അതായത് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വരുന്ന അവിടെ അല്ലേ നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ കാര്യമായതുകൊണ്ട് അവിടെ റൂട്ടീൻ ആയിട്ടുള്ള നഴ്സുമാരെ ഇൻഫോം ചെയ്യുകയാണ്. ചിലപ്പോൾ അറിയാം ഇങ്ങനെയുള്ള ഇതുകൾക്ക് എന്തെങ്കിലും ഭേദഗതിയിൽ നമുക്കറിയാം ഇച്ചിരി വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ ഇവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റിന് അറിയാം ഇത് എത്രയും പെട്ടെന്ന് നഴ്സുമാരെ രജിസ്റ്റേർഡ് നഴ്സ് എന്നല്ല റൂട്ടീൻ നഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചാർജ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലാണല്ലോ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് വാർഡില് ഏതെങ്കിലും റൂമിലാണ് ഈ പേഴ്സൺ കിടക്കണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്ത് പോകുന്ന നഴ്സിനെ നമ്മളെ അറിയിക്കാനുള്ളത് റൂട്ടീൻ നഴ്സ്. അപ്പൊ ആ നഴ്സിനെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം. ഇങ്ങനെ വേരിയേഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അല്ലെ ചിലപ്പോ ചില നഴ്സിംഗ് അസിസ്റ്റന്റിന് അറിയാം പ്രഷർ ഇത്രയൊക്കെയാണ് അല്ലെ ഹൈയാവുന്നത് എങ്ങനെയാണ് അവിലോ അവിടുത്തെ എങ്ങനെയാണ് ആ ഒരു ഇത് പ്രധാനപ്പെട്ട സയൻസ് കാണിക്കുമ്പോൾ വൈറ്റൽ സയൻസ് കാണിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ അവർക്ക് വേറെ ചിലപ്പോ ഓക്സിമീറ്റർ ഒക്കെ ഘടിപ്പിച്ചിട്ടാണെങ്കിൽ അവർ ഓക്സിജൻ എടുക്കുന്ന അവർക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അത്തരത്തിലുള്ള ചെറിയ കോഴ്സുകൾ പഠിക്കുമ്പോൾ ആ കോഴ്സ് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ്ങും ആർക്ക് കിട്ടിയിട്ടുണ്ടാവും അസിസ്റ്റന്റിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ഈ നഴ്സുമാരെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാനൊക്കെയുള്ള ഒരു ഡ്യൂട്ടിയാണ് നോക്കാം. എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എങ്കിൽ പറയാം. നമ്മളെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു PDF കഴിയാണ്. എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു മിനിറ്റ് എന്തായാലും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞങ്ങൾ എന്തായാലും മറ്റേ ഹയറാർക്കിയിൽ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് ഉള്ളത് എന്തായാലും മസ്റ്റായിട്ട് വായിച്ചു നോക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുള്ളത് ഡയറ്ററി സർവീസ് ആണ്. അപ്പൊ ആ ഒരു PDF നിങ്ങൾക്ക് എല്ലാവരും കരുതി വെക്കുക. നെക്സ്റ്റ് നമ്മുടെ ഡയറ്ററി സർവീസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. Thank you.